ഞാൻ പറഞ്ഞതല്ലേ ഹരി, അതുമായിട്ട് മാനസയുടെ അരികിലേക്ക് പോവണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ. അതെന്തേ ഹരിക്ക് ഞാൻ പറയുന്നത് മാത്രം മനസ്സിലാവാത്തെ? എന്താ നിങ്ങൾ എന്നെ മാത്രം വിശ്വസിക്കാത്ത? ഗൗരി, വേണ്ട, മിണ്ടരുത് എന്നോട്. നിങ്ങൾ കണ്ടോ, ഒരു ദിവസം ഞാൻ അവളോടെല്ലാം ഉറക്കെ വിളിച്ചു പറയും. എന്നിട്ട് ആകാശം ഇടിഞ്ഞു വീഴണമെങ്കിൽ വീഴട്ടെ, വീണം നശിക്കട്ടെ എല്ലാം. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം അതാ നല്ലത്. മനസ്സേ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സേ, നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ശരിയാ. ഇനി ഒരിക്കലും നമുക്ക് കുഞ്ഞ് പിറക്കില്ല. ആ ഭാഗ്യം നമുക്കില്ല. അത് സത്യമാ. അത് നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ നഷ്ടം, അതിന് മറ്റാരും കുറ്റക്കാരല്ല. നമ്മുടെ ദുഃഖം, അത് നമ്മൾ ആർക്കും വീതിച്ചു കൊടുക്കേണ്ട. മനസ്സെ, അനുഭവിച്ചു തീർക്കാം, അനുഭവിക്കാം. മനസ്സാ, ഞാൻ എന്തിനാ സിദ്ധു ജീവിച്ചിരിക്കുന്നത്? നീ ഒരു പാവ. നിലാവ് കാണുമ്പോ പകലാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പാവം. നിന്നെ എന്തു പറഞ്ഞ മനസ്സേ ഞാനൊന്ന് ആശ്വസിപ്പിക്കേണ്ടത്? സിദ്ധു, ആരോടും പരിഭവോ ദേഷ്യമോ ഒന്നും കാണിക്കരുത് നീ. ശരിയാ, ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നവളാ നീ. അതിനെ ഉള്ളിൽ സൂക്ഷിച്ചവളാ നീ. പിറക്കാൻ പോകുന്ന ആ കുഞ്ഞിനു വേണ്ടി കുപ്പായങ്ങളും കളിപ്പാട്ടങ്ങളും കാത്തുവെച്ചവളാ നീ. ഞാൻ മാത്രോ? സിദ്ധു, എന്നെക്കാളും നമ്മുടെ കുഞ്ഞിന് വേണ്ടി കൊതിച്ചതും കാത്തിരുന്നത് സിദ്ധു അല്ലേ? സിദ്ധുവിന് എങ്ങനെ അതൊക്കെ ഇത്ര വേഗം മറക്കാൻ കഴിഞ്ഞു? സിദ്ധുവിന് എങ്ങനെയാ ഇതിനൊക്കെ കഴിയുന്നത്? പറഞ്ഞു
പറഞ്ഞതാ എനിക്ക്. അത് മനസ്സേ, എപ്പോഴും നമ്മളിങ്ങനെ നഷ്ടപ്പെട്ടത് മാത്രം ഓർത്തിരുന്നിട്ട് എന്താ കാര്യം? വെറുതെ വെറുതെ ഓരോന്നിങ്ങനെ മറ്റുള്ളവരോട് പരാതിയും പരിഭവം പറഞ്ഞിട്ട് എന്തിനാ? ഇല്ല, ആരോടും പരാതിയോ പരിഭവോ പറയുന്നില്ല ഞാൻ ഇനി. അതിന്റെ പേരില് ആരെയും വേദനിപ്പിക്കയില്ല. അനുസരിച്ചോളാം ഞാൻ, ആശ്വസിച്ചോളാം ഞാൻ, സമാധാനിച്ചോളാം. അതെങ്ങനെയാന്ന് മാത്രം എനിക്കൊന്ന് പറഞ്ഞതാ. ഏത് പ്രതീക്ഷയിലാ ഞാനിനി ജീവിക്കണ്ടേ? എന്നിട്ടെന്താ, ഞാനും മൂപ്പിലാൻ്റെ അമ്മയും തമ്മിൽ അടിയായി. അന്നൊക്കെ ഇപ്പോഴത്തെ പോലെയല്ല, അമ്മായി അമ്മമാര് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലും. എന്നിട്ട് അമ്മായിയമ്മ പണിയെടുപ്പിച്ചോ? ഞാൻ ആരാ മോള്? എന്റെ അമ്മായിയമ്മയെ കൊണ്ട് ഞാനാ പണിയെടുപ്പിച്ചത്. എന്നോടാ കളി. എന്റെ അമ്മേ, സമ്മതിച്ചു. പിന്നെ ഞങ്ങള് വലിയ കൂട്ടായി കേട്ടോ. മരിക്കണ കാലം വരെ എന്നെ മോളേന്നേ വിളിച്ചിട്ടുള്ളൂ. അവര് ജീവിച്ചിരുന്നെങ്കിൽ എന്നെ ആ വീട്ടിൽ നിന്ന് നിറവേറോടെ ആരും ഇറക്കി വിടില്ലായിരുന്നു. അതൊരു കാലം. നിന്നെ വന്ന് കാണാനും അന്വേഷിക്കാനും ഒക്കെ ഒരേട്ടനുണ്ട്. എനിക്കാരും ഉണ്ടായിരുന്നില്ല. ഒരു പാതിരാ മഴക്കാലത്ത് നിറവേറും താങ്ങി നോക്കിയാ നോട്ടമെറ്റാത്ത പാടവരമ്പത്തുകൂടെ ഒരാളിന്റെ കൂട്ടുപോലും ഇല്ലാതെ പടിയിറങ്ങി പോകേണ്ടി വന്ന ഈ അമ്മിണിയമ്മയെ മോക്ക് പറഞ്ഞാ മനസ്സിലാവൂ? വയറ്റിൽ കിടന്ന് തിരിഞ്ഞു മറിയുന്ന കുഞ്ഞിനെ ജീവനോടെ കാണാൻ കഴിയുമെന്ന് കരുതിയില്ല എന്നൊക്കെ. വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന ഈ അമ്മിണിയമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിന്റെ തൊണ്ട നനയ്ക്ക് ഒരിറ്റ് കഞ്ഞി വെള്ളത്തിന് തെണ്ടേണ്ടി വന്നിട്ടുണ്ട് മോളെ. ആ മകന അവൻ രഘു. രഘുവിന്റെ അച്ഛനെ അമ്മണിയമ്മ പിന്നെ കണ്ടിട്ടില്ലേ? ഒരിക്കൽ. രഘുവിനൊന്ന് 2.5 വയസ്സാ. കണ്ടാ പോലും തിരിച്ചറിയാത്ത കോലത്തില് ശരിക്കും ഒരു ഭിക്ഷക്കാരനെ പോലെ. എന്നെ കണ്ണീര് കുടിപ്പിച്ചവനാണെങ്കിലും എത്ര ദുഷ്ടനാണെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. ഞാൻ വിളിച്ചത് ആ മനുഷ്യനെ, വന്നില്ല. കുറെ നേരം എന്നെ നോക്കി വിതിമ്പി, പിന്നെ ഉറങ്കയുണ്ട് കണ്ണീര് തുടച്ച് വേച്ച് വേച്ച് നടന്നു പോകുന്നത് ആ രൂപം ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. പിന്നെ പിന്നെ വന്നിട്ടേ ഇല്ലേ? പാതിരാത്രികളിൽ പലപ്പോഴും അന്യര് വന്ന് വാതിൽ തട്ടുമ്പോ ഒരു കൈ കൊണ്ട് എന്റെ മോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറുകയിൽ ഒരു വെട്ടുകത്തി മുറുകെ പിടിച്ച് ഞാൻ ഉറങ്ങാതിരുന്ന് നേരം വെളുപ്പിക്കും. അതൊക്കെ ദൂരത്തൊരു മിന്നാമിനിങ്ങിന്റെ വെട്ടം കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്.
അന്നിറങ്ങിപ്പോയ ആ മനുഷ്യൻ ഒരു ചൂട്ടുകച്ചയുടെ വെട്ടോ വീശി എന്നെ തേടി വരികയാണെന്ന്. വന്നില്ല. വലിച്ചെറിയപ്പെട്ട ഈ അമ്മ ഒരു മകനെയും തേടി അങ്ങേര് വന്നില്ല. തണ്ടി കിട്ടിയ കഞ്ഞിവെള്ളത്തിൽ ഒരൽപ്പം വിഷം ചേർത്ത് കുടിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. അമ്മണിയമ്മ, മോളെന്തിനാ കരയുന്നേ? ഞാൻ വെറുതെ. എന്റെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അമ്മണിയമ്മ? ഇല്ല, എന്റെ ഗതി ആർക്കും വരത്തില്ല ഈശ്വരൻ. മോക്കൊരിക്കലും അതുണ്ടാകില്ല. അല്ല അമ്മണിയമ്മ, എന്നെ കാത്തിരിക്കുന്ന വിധിയും അത് തന്നെയാ. എണ്ണി എണ്ണി അമ്മണിയമ്മ ഓരോന്നും പറയുമ്പോ ഞാൻ എന്റെ മുന്നിൽ കണ്ടത് എന്നെ തന്നെയാ. എന്റെയും എന്റെ കുഞ്ഞിന്റെയും ഭാവി ജീവിതമാ. മോളെ, അമ്മിഞ്ഞ പാലിന് വാകേറി കരയുന്ന എന്റെ കുഞ്ഞിന്റെ നാവില് വിഷത്തുള്ളി തൊട്ട് കൊടുക്കേണ്ടി വരും എനിക്ക്. എന്റെ മോളെ, അവിടുത്തെ പറയല്ലേ നീ ഇങ്ങനെയൊക്കെ. മോക്ക് ആ പയ്യനെ കാണണോ? സിദ്ധാർത്ഥനെ. ഹരിസാറിനോടുള്ള കടപ്പാടും ബഹുമാനവും മറന്നിട്ടല്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ഉള്ളു പറയുന്നത്. ഞാൻ ചെന്ന് പറയാം സിദ്ധാർത്ഥനോട്. ആരും അറിയില്ല. വേണ്ട, ചെന്ന് വിളിച്ചാലും വരില്ല സിദ്ധു. ഇറക്കി വിട്ടതല്ലേ ഞാൻ. ഇനി ഒരിക്കലും സിദ്ധു എന്നെ കാണാൻ വരില്ല അമ്മണിയമ്മേ. വരും, എനിക്കുറപ്പുണ്ട്. നിന്നെ ഉപേക്ഷിക്കാൻ അവനാവില്ല. അവന്റെ കുഞ്ഞ് ഈ വയറ്റിൽ കിടക്കുന്ന കാലം വരെ നിന്നെ കാണാൻ അവന് വരാതിരിക്കാനാവില്ല മോളെ. അത് ഉറപ്പാ. അമ്മണിയമ്മേ, കാത്തിരുന്നോ നീ.
സിദ്ധു, മൈനെ, എന്റെ എന്നെ കാണാൻ വരാതിരുന്നേ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ നീ? എന്നെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്റെ ആരുമല്ല എന്ന് പറഞ്ഞില്ലേ? ഈശ്വര, അപ്പോ അപ്പോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് എനിക്കറിയാം. വിഷമമില്ല എനിക്ക്. അന്നേരം നിനക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നേക്കാം. പക്ഷേ എന്റെ മനസ്സ് ഞാൻ കരയല്ലേ. ഒന്ന് കാണാൻ വന്നതാ ഞാൻ. ഒന്ന് മിണ്ടാൻ വന്നതാ. നീ ഒന്ന് ഇറങ്ങി വരുമോ? എന്താ ഒന്നും മിണ്ടാത്തെ? നമ്മുടെ കുഞ്ഞിന് സുഖാണോ? സുഖം. അവള് വഴക്കിടാറുണ്ടോ നിന്നോട്? കുസൃതിയാ മോള്. സുന്ദരിയായിരിക്കും എന്റെ മോള്, നിന്നെ പോലെ. എനിക്കറിയാം. നമ്മുടെ മോക്ക് അവൾ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കണം. നിനക്കറിയോ, അവൾക്ക് അണിയിക്കാൻ 2 പൊന്നിൻ കൊലുസ് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോ എനിക്കോ? തരും, എന്റെ പ്രാണൻ. എന്റെ പ്രാണൻ, അത് നീ തന്നെ അമ്മീനെ. എന്താ? അവളാണെങ്കിൽ സിദ്ധു, മോൾക്ക് ഞാനൊരു ഉമ്മ കൊടുത്തോട്ടെ? Nizari,